നീറ്റ് പുനർപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക നിയന്ത്രണം. ജൂൺ 22 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ടെലിഗ്രാമിലൂടെയുള്ള തട്ടിപ്പുകളും ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച വ്യാജ പ്രചാരണങ്ങളും തടയുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം നടപടി. നീറ്റ് പുനർപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ജൂൺ 22 വരെയാണ് നിയന്ത്രണം. ടെലിഗ്രാം പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് നടപടി നടപ്പാക്കിയത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ടെലിഗ്രാമിലൂടെയുള്ള തട്ടിപ്പുകളും പരീക്ഷാ പേപ്പർ ചോർച്ച സംബന്ധിച്ച വ്യാജ അവകാശവാദങ്ങളും തടയുന്നതിനുള്ള കർശന നടപടിയായാണ് ഇതിനെ NTA വിലയിരുത്തുന്നത്. നേരത്തെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി അവകാശപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി ടെലിഗ്രാം ചാനലുകൾക്കെതിരെ NTA പരാതി നൽകിയിരുന്നു. പേപ്പർ ലീക്ക്ഡ് നീറ്റ്, നീറ്റ് 2026, പ്രൈവറ്റ് മാഫിയ തുടങ്ങിയ പേരുകളിൽ പ്രവർത്തിച്ചിരുന്ന ചാനലുകൾ പണം വാങ്ങി ചോദ്യപേപ്പർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കബളിപ്പിച്ചെന്ന പരാതികളും ഉയർന്നിരുന്നു. ഓരോ ചാനലുകളും പ്രത്യേകം നീക്കം ചെയ്യുന്നതിലൂടെ മാത്രം തട്ടിപ്പ് സംഘങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നാണ് NTAയുടെ വിലയിരുത്തൽ. ഇതിനെ തുടർന്നാണ് പ്ലാറ്റ്ഫോമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ഇടപെടലുകളും ഫലപ്രദമാകാതിരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ കർശന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത്. നീറ്റ് പുനർപരീക്ഷയുടെ വിശ്വാസ്യത ഉറപ്പാക്കുകയും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ തടയുകയുമാണ് നടപടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.